ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 27 പേർ ആണ് എന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പ്രധാനമന്ത്രി ഡൽഹിയിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. ഗൗതം നേരത്തെ സൂചിപ്പിച്ചത് അടിയന്തരമായി പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് ജമ്മു കാശ്മീരിലേക്ക് യാത്രയാകുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന പ്രദേശങ്ങൾ അദ്ദേഹം നേരിട്ട് സന്ദർശിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ രാജ്യം ഇപ്പോൾ അതീവ സുരക്ഷയിലേക്ക് നീങ്ങുകയാണ്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഡൽഹി, മുംബൈ, കൽക്കട്ട തുടങ്ങി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ സുരക്ഷ ശക്തമാക്കുകയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളിലും അതേപോലെ തന്നെ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലുമെല്ലാം ഭീകരാക്രമണ സാധ്യത ഉണ്ടെന്ന് ഏതെങ്കിലും തരത്തിൽ സൂചനയുള്ള എല്ലാ പ്രദേശങ്ങളിലും അതീവ ജാഗ്രത അതിലേക്ക് കടക്കുകയാണ് രാജ്യം. അങ്ങനെ തന്നെയല്ലേ ഗൗതം? വിനോദ, ഇപ്പോൾ രാജ്യത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനമായ ഡൽഹി, ഭാരതത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈ, അതോടൊപ്പം തന്നെ മറ്റ് മെട്രോ നഗരങ്ങൾ, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള അയോധ്യ, വാരണാസി, മധുരയൊക്കെ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇപ്പോൾ കൂടുതൽ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഈ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം രാജ്യം ഒരു നിർണായകമായ ഓപ്പറേഷനിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതല്ലാതെ ഈ നഗരങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഭീകര ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഭീകരർക്ക് തക്കതായ മറുപടി നൽകുന്ന ഓപ്പറേഷനുകൾ ജമ്മു കാശ്മീരിൽ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മറ്റ് നഗരങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ നഗരങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി മുതൽ തന്നെ സൈന്യം തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു സാധാരണ ഒറ്റപ്പെട്ട ഭീകരാക്രമണമായി കേന്ദ്ര സർക്കാരോ സൈന്യമോ കാണുന്നില്ല. മതാടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ളൊരു ആക്രമണമാണ്. 27 വിനോദസഞ്ചാരികളെയാണ് വധിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ശക്തമായ തിരിച്ചടി സുരക്ഷാസേന നൽകുന്നുണ്ട്. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ സൈന്യവും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ കേന്ദ്ര സർക്കാരും നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും അതോടൊപ്പം തന്നെ മുംബൈ പോലുള്ള പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിലും അയോധ്യ, വാരണാസി, കാശി, മധുര തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലുമെല്ലാം ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു നീക്കം ഇപ്പോൾ സർക്കാരിൻ്റെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ രാജ്യം പുറപ്പെടുവിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം പ്രത്യേക ജാഗ്രത തന്നെയുണ്ട്. ജമ്മു കാശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൗതം അനന്തനാരായണൻ, ഈ ജമ്മു കാശ്മീരിൽ കുടുങ്ങിയ അല്ലെങ്കിൽ അവിടെ യാത്ര പോയവരിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്നുള്ള MLA-മാരുമുണ്ട്. അത് M. മുകേഷ്, അതേപോലെ തന്നെ T. സിദ്ദിഖ്, ആൻസിലൻ തുടങ്ങിയ MLA-മാരും അവിടെ ഉണ്ട്. യാത്രയായവരിൽ അവരും ഉണ്ടായിരുന്നു. അവർ ശ്രീനഗറിലുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാർ അവരും കാശ്മീർ യാത്രയിലായിരുന്നു. നമുക്കറിയാം, ഇതിപ്പോൾ ഒരു സ്കൂളുകളൊക്കെ അടച്ച് കേരളത്തിലൊക്കെ ഒരു വേനൽക്കാല അവധിയുടെ കാലമാണ്. അപ്പോൾ കുടുംബസമേതം ഒക്കെ എല്ലാവരും, പ്രധാനപ്പെട്ട ആളുകൾ, നമ്മൾ അറിയാത്ത ആളുകൾ ഒക്കെ തന്നെ കുടുംബസമേതം യാത്രയാകുന്ന പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ജമ്മു കാശ്മീർ മടങ്ങി വന്നിരുന്നു. കാശ്മീരിൽ വെടിയുച്ചയൊക്കെ നിലച്ചു. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്വർഗം എന്നുള്ള നിലയിൽ തന്നെ കണക്കാക്കുന്ന പ്രദേശം, അങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികൾ കൂടുതലായി പോകുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. അപ്പോൾ MLA-മാർ അവിടെയുണ്ട്, ഹൈക്കോടതി ജസ്റ്റിസുമാരുണ്ട്. ഇവരൊക്കെ തന്നെ സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അവരിൽ നിന്നും MLA-മാർ അല്ലെങ്കിൽ കോടതി ന്യായാധിപന്മാർ, ഇവരിൽ നിന്നൊക്കെ ആ പ്രദേശത്തെ കൂടുതൽ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ ഗൗതം? വിനോദ, ഈ കേരളത്തിൽ നിന്നുള്ള MLA-മാർ മുകേഷ്, അതോടൊപ്പം തന്നെ T. സിദ്ദിഖ് തുടങ്ങിയ ആളുകൾ ഈ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നവരാണ്. ഇന്നലെ തന്നെ നമ്മൾ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ടെലിഫോണിലൂടെ ആരാഞ്ഞിരുന്നു. ഈ പോയ ആളുകളെല്ലാം, അത് ഈ MLA-മാരാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിലും പറയുന്നൊരു കാര്യം, ജമ്മു കാശ്മീരിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് ഇങ്ങനൊരു ആക്രമണം എന്നുള്ളതാണ്. കാരണം ജമ്മു കാശ്മീരിൻ്റെ സാഹചര്യങ്ങൾ പൊതുവെ മാറിയിരുന്നു. അതൊരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും
താഴെ നിൽക്കുന്ന സംസ്ഥാനമാണ്. ദക്ഷിണ ഭാരതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സംസ്ഥാനമായ കേരളവും തമിഴ്നാടും പോലും ദക്ഷിണേന്ത്യയിൽ നിന്ന് പോലും ധാരാളം വിനോദസഞ്ചാരികൾ ഇപ്പോൾ കശ്മീരിലേക്ക് ദിനം തോറും എത്തുകയാണ്. നമ്മൾ കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അവിടെ തുടർച്ചയായി ക്യാമ്പ് ചെയ്ത ഘട്ടത്തിൽ നിരവധി മലയാളികളെ ഓരോ ദിവസവും ശ്രീനഗറിലെ ലാൽ ലേക്കിന് സമീപത്തും അതോടൊപ്പം തന്നെ ക്ലോക്ക് ടവറിന്റെ സമീപത്തുമൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ശങ്കരാചാര്യ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ മലയാളികളുടെ ഒരു വലിയ തിരക്ക് നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമാണ് ഇന്നലത്തെ ആക്രമണം. അതിനാൽ തന്നെയാണ് രാജ്യം നടുങ്ങിപ്പോകുന്നു എന്ന ഒരു ക്യാപ്ഷൻ തന്നെ നമ്മൾ നൽകുന്നത്. കാരണം അത്രത്തോളം സമാധാന അന്തരീക്ഷം ജമ്മു കാശ്മീരിൽ തിരികെ വരുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു വലിയ ആക്രമണം ഇസ്ലാമിക ഭീകര സംഘടനകൾ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ അവിടെ ഉണ്ടായിരുന്ന MLA-മാരാണെങ്കിലും ജഡ്ജിമാരാണെങ്കിലും അവരുടെ എല്ലാം ടെലിഫോണിലൂടെയുള്ള വിവരണങ്ങൾ അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ ഇന്നലെ രാത്രിയിൽ തന്നെ നമ്മൾ ആരാഞ്ഞതാണ്. ആ ഘട്ടത്തിൽ എല്ലാവരും ഒരു നടുക്കത്തിലായിരുന്നു. അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ വീണ്ടും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നത് തന്നെയാണ് ഇവരെല്ലാം നൽകുന്ന പ്രതികരണം എന്നുള്ളത്. കാരണം പൊതുവെ സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചതിന് ശേഷം പൊതുവെ ഭീകര ശക്തികൾക്ക് അവിടെ സ്വാധീനം കുറഞ്ഞു വരികയാണ്. പഴയ പോലെയുള്ള ഭീകര റിക്രൂട്ട്മെൻറ്റുകളോ അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റമോ കാര്യമായി നടക്കുന്നില്ല. അതിനാൽ തന്നെ ഇത്ര വലിയൊരു ഭീകരാക്രമണം ഈ ഘട്ടത്തിൽ ഭീകരർക്ക് നടത്താൻ കഴിയുമെന്ന ധാരണ പൊതുസമൂഹത്തിനോ സർക്കാരിനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും അപ്രതീക്ഷിതമായി നടത്തിയതാണ്. അതിനാൽ തന്നെ ഒരു കനത്ത തിരിച്ചടിയിലൂടെ വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത്. ഭീകര സംഘടനകളെ പൂർണ്ണമായി തന്നെ ഉന്മൂലനം ചെയ്യുന്നതിനായുള്ള ഓപ്പറേഷൻ ഓൾ ഔട്ട് പോലെയുള്ള നീക്കങ്ങൾ അവിടെ സൈന്യം നടത്തി വരികയാണ്. ഈ ജമ്മു കാശ്മീരിൽ ഇനിയും ശേഷിക്കുന്ന ഭീകരരുടെ എണ്ണവും വളരെ കുറവാണ്. ഇത്ര വലിയൊരു ഭീകരാക്രമണം നടത്തി അവർ രാജ്യത്തെ നടുക്കി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ മറുഭാഗം നോക്കേണ്ടത് ഈ ഭീകര പ്രവർത്തനങ്ങൾക്കിപ്പോൾ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല. സൈന്യത്തിനെതിരെയുള്ള കല്ലേർ ഇപ്പോൾ നടക്കുന്നില്ല. നുഴഞ്ഞുകയറ്റം ഏതാണ്ട് ഒരു 5% മാത്രമാണ്. 95%-ഓളം അത് പൂർണ്ണമായി നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശേഷിക്കുന്ന ഭീകരരെ കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കമാകും ഒരുപക്ഷേ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നത്. തീർച്ചയായും തീവ്രവാദികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നത്. സൗദി അറേബ്യയിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി വളരെ പെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത് അതിൻ്റെ സൂചനയാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിൽ തന്നെ ക്യാമ്പ് ചെയ്താണ് അവിടുത്തെ ഭീകരർക്കെതിരായ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ എന്തെല്ലാം നീക്കങ്ങൾ നടത്തണം എന്നുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്നുള്ള വിവരങ്ങൾ ഗൗതം പങ്കുവെക്കുന്നു.